ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ നോക്കുന്നത് ഇറ്റാലിയൻ ലസാനിയയുടെ റെസിപ്പിയാണ്. ഇതൊരു നല്ല അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആദ്യം തന്നെ നമുക്ക് പാസ്ത ഷീറ്റ്സ് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. കുറച്ച് ഉപ്പ് കൂടെ ചേർത്തതിന് ശേഷം വേണം നന്നായിട്ട് തിളപ്പിച്ചെടുക്കാൻ. നമുക്ക് പാനൊന്ന് അടച്ച് വെച്ചിട്ട് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ലസാനിയക്ക് ആവശ്യമായിട്ടുള്ള പാസ്ത ഷീറ്റ്സ് എടുത്തതിന് ശേഷം ഈ തിളച്ച വെള്ളത്തിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല നീളമുള്ളത് കൊണ്ട് തന്നെ ഇത് പുറത്തോട്ട് ഇങ്ങനെ തള്ളി നിൽക്കും. അപ്പോൾ ഇതിങ്ങനെ കുക്കായി വരുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഇത് താഴോട്ട് നീക്കി കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് വെള്ളം ഒഴിവാക്കിയതിന് ശേഷം ഇത് മാറ്റി വെക്കാം. അതിനുശേഷം മറ്റൊരു പാനിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ ഓയിലും അതുപോലെ തന്നെ ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് വേണ്ടത് 1 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞ് വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഉള്ളിയൊക്കെ ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിപ്പോൾ നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു വലിയ സൈസിലുള്ള ഒരു തക്കാളി കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു 1/4 കപ്പ് മല്ലിയില കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു 1/4 കപ്പ് ടൊമാറ്റോ സോസും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്ത ഉപ്പ് കുറവുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഇത് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ കുക്ക് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് ടൊമാറ്റോ പ്യൂരി കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ തക്കാളിയും അതുപോലെ തന്നെ ടൊമാറ്റോ സോസും മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അത് നല്ലതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഞാൻ ചിക്കൻ്റെ 2 ബ്രസ്റ്റ് പീസ് എടുത്തിട്ട് ചെറുതായി കട്ട് ചെയ്തിട്ട് വേവിക്കാതെ തന്നെ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഇതിൽ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇത് നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ അടച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ചിക്കനൊക്കെ കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് പാനിൽ ഒരു 100 ഗ്രാം ബട്ടർ മെൽറ്റ് ചെയ്തെടുക്കണം. നമുക്കിത് സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബട്ടർ മെൽറ്റ് ചെയ്തെടുക്കുന്നത്. ബട്ടർ നല്ലപോലെ മെൽറ്റായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് പാല് ചേർത്ത് കൊടുക്കണം. ഇവിടെ ഇപ്പോൾ ഞാൻ 1 കപ്പ് 250 ml 1 കപ്പ് പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/4 കപ്പ് ഫ്രഷ് ക്രീം കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ചേർത്ത് കൊടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ ഞാൻ നല്ല കട്ടിയുള്ള പാലായതുകൊണ്ട് തന്നെ 1 കപ്പ് വെള്ളം കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം, ഒന്ന് തിളപ്പിച്ചെടുക്കണം. പിന്നെ നമുക്കിത് നല്ലതുപോലെ ഒന്ന് കട്ടിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ മൈദ കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. മൈദ തുടക്കത്തിൽ തന്നെ ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. നമ്മൾ ആദ്യം ബട്ടർ മെൽറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ബട്ടർ മെൽറ്റ് ആയതിനു ശേഷം നമുക്ക് മൈദ ചേർത്ത് കൊടുത്താലും മതി. ഞാൻ വിട്ടുപോയതാണ്, അതുകൊണ്ടാണ് അവസാനം ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ നമ്മുടെ സോസൊക്കെ നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ചിക്കൻ്റെ മിക്സും അതുപോലെ പാസ്ത ഷീറ്റ്സും അതുപോലെ സോസൊക്കെ നല്ലതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലസാനിയ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ലസാനിയ സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ സൈഡ്സിലും അതുപോലെ തന്നെ താഴെയൊക്കെ നല്ലപോലെ ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്ക് താഴെ തന്നെ ആദ്യം തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സോസ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ വൈറ്റ് സോസ് നമ്മൾ നല്ലതുപോലെ താഴെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ നല്ലതുപോലെ ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പാസ്ത ഷീറ്റ്സ് ആ സോസിൻ്റെ മുകളിലായിട്ട് ഞാൻ വെച്ച് കൊടുക്കുന്ന പോലെ തന്നെ വെച്ച് കൊടുക്കണം. എക്സസ് ആയിട്ട് സൈഡ്സിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്.
ഇതിങ്ങനെ ഓരോ ലെയർ ആയിട്ടാണ് സെറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ മിക്സ് ഈ പാസ്ത ഷീറ്റ്സിന് മുകളിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ ചിക്കൻ മിക്സ് നമുക്ക് എല്ലായിടത്തും ഒരുപോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ എല്ലാം ഇട്ട് കഴിയാനായിട്ടുണ്ട്. ഇതിട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ സോസ് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ സോസൊക്കെ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒക്കെ നല്ലതുപോലെ ഈക്വലായിട്ട് വേണം നമുക്ക് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. പിന്നെ ഇതിന് മുകളിൽ നമുക്ക് കുറച്ച് മൊസറല്ല ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ലെയറായിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ഇനി ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 3 or 4 ലെയറായിട്ട് ഇത് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതും നമുക്ക് ആദ്യം സോസ് ഒഴിച്ചിട്ട് അതുപോലെ തന്നെ ചിക്കൻ മിക്സും അതുപോലെ ചീസും എല്ലാം കൂടെ ഇട്ടിട്ട് ഈ ലെയറും നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം. പിന്നെ ഞാൻ എല്ലാ റെസിപ്പിയുടെയും ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാറുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ നോക്കിയാൽ മതി. ഇൻഗ്രീഡിയൻസ് കറക്റ്റ് അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാറില്ല. വീഡിയോ ഒരുപാട് ലോങ് ആവുമെന്ന് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്യാത്തത്. നമ്മുടെ മുകളിലത്തെ ലെയറും ഇപ്പോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ ഞാൻ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്തതെന്ന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഒരു 180 ഡിഗ്രിയിൽ 20 മിനിറ്റ് നമുക്ക് ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ബേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിന് മുകളിൽ നമുക്ക് ഭംഗിക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ കുറച്ച് മല്ലിയില കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇതിന് നമുക്ക് ഒരു പീസ് നമുക്ക് കട്ട് ചെയ്ത് എടുത്ത് നോക്കാം. നിങ്ങളെല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ലസാനിയ ഒരു ഇറ്റാലിയൻ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് വീടുകളിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയും ചെയ്യും. ഇപ്പോൾ ഞാനൊരു പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് മെല്ലെ എടുക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ കമൻസും കാര്യങ്ങളൊക്കെ എന്നെ അറിയിക്കാനും മറന്നു പോകരുത്. ഈ ഒരു റെസിപ്പി നമുക്ക് ബീഫ് വെച്ചിട്ടും ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.